ഹലോ, ഇന്നത്തെ ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ ഐസിക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫാമിലി ഐസി കയറുന്നത്. അതിനായിട്ട് ഞങ്ങൾ കൊളോണിലെ ബാൺഹോഫിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ്സിന് പോലും ഞങ്ങൾക്ക് 3 പേർക്കോട് കൂടി 40 യൂറോ ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ഐസി കൃത്യസമയത്ത് തന്നെ എത്തി. ഞങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റ് എ തന്നെയായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഒരു ഐ സിയിൽ ഏറ്റവും ഫ്രണ്ടിൽ 2 ബോഗിയായിരിക്കും ഫസ്റ്റ് ക്ലാസ്സിനുണ്ടായിരുന്നത്. അത് ഓൾറെഡി ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സ്ക്രീനിൽ എഴുതി കാണിക്കും. ഞങ്ങൾ പോകുന്നത് ഒരു ശനിയാഴ്ചയാണ്. അപ്പം നമ്മൾ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ സീറ്റും ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ എങ്ങും ഒരു മനുഷ്യൻ പോലും ഇല്ല. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ലഗേജ് വെക്കാനായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാം. വാഷ്റൂമുണ്ട്. നമുക്ക് വാഷ്റൂം 4 സൈഡിലുമുണ്ട്. ചെറുതും വലുതുമായിട്ട് 4 ബാത്റൂമാണ് ഉള്ളത്. ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇങ്ങനെ ഡൈനിങ് ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ ടേബിൾ തുറക്കാനായിട്ട് പറ്റും. പിന്നെ മുകളിൽ ഹെഡ് ലൈറ്റും ഉണ്ട്. പിന്നെ ഫുഡ് ഇവിടെ ഫ്രീ അല്ല, നമ്മൾ ഫുഡിന് പേ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് അവിടുന്ന് വാങ്ങാം. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എത്താനായി. നമുക്ക് ട്രെയിനിലെ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും എത്ര മണിക്കാണ്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കും. ഞങ്ങൾ ഇറങ്ങിയത് ഫ്രാങ്ക്ഫർട്ട് ഹൗപ്റ്റ് ടു ബാൺഹോഫിലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ എയർപോർട്ടിനാണ് പോകുന്നതെങ്കിൽ എയർപോർട്ടിലും ഉണ്ടാവും സ്റ്റോപ്പ്. അപ്പം അതനുസരിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നു. നമ്മൾ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിലെത്താം. അങ്ങനെ നമ്മൾ ഒരു അരമണിക്കൂറിൽ നമ്മൾ ഇവരുടെ വീട്ടിലെത്തി. ബിബിൻ ആൻഡ് ഫാമിലി ഇവരുടെ വീട്ടിലാണ് നമ്മൾ 2 ദിവസത്തെ സ്റ്റേ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. നമ്മൾ ഒരുമിച്ചാണ് കുവൈറ്റിൽ വർക്ക് ചെയ്തത്. അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെ മൈൻ റിവർ കാണാനായിട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരമാണ് ഇറങ്ങിയത്. അപ്പം ഇതാണ് ആ പാലം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ മൈൻ റിവർ കാണുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നു. ആ പാലത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ആസ് യൂഷ്വൽ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഫാമിലി ആയിട്ടും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നൊന്ന് ഓർക്കാനായിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് നമ്മളൊരു ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു. നമ്മളെല്ലാവരും കുറേ നാൾ കൂടിയാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. പാട്ടും ഡാൻസും കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മളെല്ലാവരും കൂടി ഒരു റീയൂണിയൻ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ആ ഒരു ദിവസം വേഗം കടന്നുപോയി.